ഇന്നേ ഓട്സ് കൊണ്ട് ഒരു കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുവാണ്. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഞാനൊന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂൺ ഓട്സും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അതിലോട്ട് തട്ടി നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ. അത് ഒരു 3-4 മിനിറ്റ് തിളയ്ക്കുമ്പോൾ ഈ ഓട്സ് ഏകദേശം വെന്ത് കിട്ടും. നല്ലവണ്ണം തിളക്കട്ടെ. തിളച്ചൊന്ന് കുറുകണം. ഓട്സിന് ചെറിയ ഒരു കൊഴുപ്പുണ്ടാകണമെങ്കിൽ നമുക്ക് കുടിച്ചാലൊരു ടേസ്റ്റ് ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ഞെരടിയെടുക്കാം. അതിൻ്റെ പാലെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. ഇതാണ്ടോ. ഇനി നമുക്ക് ഇതിനെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഓട്സിലോട്ട് ഒന്ന് ഒഴിക്കാവേ. ഇതാണ്ടോ, പാലൊക്കെ ആയിട്ടുണ്ട്. തേങ്ങയുടെ പാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പാലൊഴിച്ച് കുടിക്കുന്നത്, തേങ്ങയുടെ പാലൊഴിച്ച് കുടിക്കുന്നത്. നമുക്ക് ഈ ഓട്സിലോട്ടൊന്ന് ഒഴിക്കാം. ഇനി അത് ഒന്ന് തിളക്കട്ടെ. അപ്പം ഓട്സ് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ ഒന്ന് തേങ്ങയ്ക്കൊരു പച്ചപ്പ് കാണുമല്ലോ, അതും കൂടെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് തിളക്കട്ടെ. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു 2 സാധനം കൂടെ ചേർക്കാനുള്ളൂ. അപ്പോൾ ഓട്സ് കഞ്ഞി റെഡിയാവും. ആദ്യം നമുക്ക് ചേർക്കേണ്ട ഇച്ചിരി ഉപ്പ് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. വേറെ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട. ഓട്സ് കഞ്ഞി ആയതുകൊണ്ട് ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ എരിയുടേതനുസരിച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഞാനത് ചതച്ചല്ല, പൊടിച്ചെടുത്തത് തന്നെ. എന്നാലും ചെറിയ തരിതരിപ്പുള്ള കുരുമുളകാണ് ഞാനിട്ടത്. നല്ലവണ്ണം പൊടിഞ്ഞത് വിടാം, പക്ഷേ തരിതരിപ്പുള്ളത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് തിളച്ചോട്ടെ. ഇതിൻ്റെ ഈ ഉപ്പും കുരുമുളകും എല്ലാം കൂടെ നല്ലവണ്ണം ഒന്നിതാ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് ഇതിനെ ഒന്ന് മാറ്റാം. ഓക്കെ, ഇതാ കണ്ടോ, അടിപൊളി ഓട്സ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഓട്സ് കാച്ചുമ്പോൾ ഇങ്ങനെ അല്പം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് അല്പം കുരുമുളകും ഒരല്പം ഉപ്പും ഒക്കെ കൂടെ ചേർത്തിട്ട് നിങ്ങൾ കുടിച്ചു നോക്കൂ. അടിപൊളിയായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ.